ക്യാമറ ഓൺ ആക്കി. നിന്നെ കാത്ത് ഞാൻ ഇവിടെ നിന്നതാ. എന്താ പറയുക, നിന്നെ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. എന്നെ ഇത്ര നേരാണോ? ജസ്റ്റ് വരാം. ഇപ്പൊ പോയി ജസ്റ്റ് ഇവിടെ എത്തി. എന്താ ഈ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ? കുശുമ്പത്തി ഒന്നല്ല. അങ്ങനെ ഒരു എന്തിനും ഒരു ഉത്തരവാദിത്തം വേണം. പറഞ്ഞില്ലേ, ഞാനൊരു വീഡിയോ എടുക്കണം നേരത്തെ. ഈ കുറച്ച് വെയിലായി കഴിഞ്ഞാൽ എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റും. അതെന്താ ആവട്ടെ, ഞാനിപ്പോ അവർക്ക് ഗുഡ് മോർണിംഗ് പറയട്ടെ. നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അവരെ ഗുഡ് മോർണിംഗ് പറയുന്നത്. ഗുഡ് മോർണിംഗ് അല്ല എങ്കിലും ഞാൻ പതിവ് പോലെ ഗുഡ് മോർണിംഗ് പറയാം കേട്ടോ. അപ്പൊ ഹായ് ഗുഡ് മോർണിംഗ് കേട്ടോ. ഇവൻ എന്നെ ചതിച്ചു. ദൈവമേ, ചതിയനാക്കി മാറ്റി അമ്മേനെ. അപ്പൊ ഞാനവർക്ക് ഉണ്ടാക്കിയതാണ് കാണിച്ചു കൊടുക്കട്ടെ. എന്തൊരു കഷ്ടം. നിക്ക് ഞാനും വന്നു. അങ്ങനെ തന്നെ പോവാ. പിന്നെ പറ്റില്ലല്ലോ. ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലേ. നീ വരുന്ന എത്ര മണിക്ക് വരും പറഞ്ഞിട്ട് നോക്കി. അപ്പൊ ഉണ്ടാക്കാൻ പോവാണ്. നടക്കും. ഉണ്ടാക്കാൻ പോവേ. ഈ ഉച്ച നേരത്താണ് ആരെങ്കിലും ഉണ്ടാക്കി അവിടെ ഊണ് കഴിക്കുന്നുണ്ട്. അച്ഛന് ചോറ് കൊടുക്കണ്ടേ സമയത്തിന്? യെസ്. അപ്പൊ അച്ഛന് മാത്രം സമയത്തിന് കൊടുത്താൽ മതി. എനിക്ക് സമയത്തിനൊന്നും തരണ്ടേ അമ്മ? നീ പിന്നെ കുറച്ച് വൈകിട്ട് കഴിക്കും. അച്ഛന് സമയത്തിന് ഭക്ഷണം കിട്ടണം, അതാണ്. അപ്പൊ ഉമ്മറപ്പടിയിൽ എന്നെയും കാത്ത്. അങ്ങനെ ഒരു സിനിമയില്ലേ അമ്മ, ഉമ്മറപ്പടിയിൽ നിന്നെയും കാത്തുന്ന്? അതൊക്കെ ഉണ്ട്. കണ്ടോ? എവിടെ ഇരിക്കട്ടെ. ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടോ? ഇത് ഞാൻ എല്ലാം പുരട്ടി വെച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയത്. ഗ്യാസ് തുറന്നു വെച്ചിട്ടുണ്ട് കണ്ടോ? ആണോ? നേരം കുറെ ആയി. ഗ്യാസിന്റെ മണം വരുന്നുണ്ട്. ഇല്ല അതിപ്പോ എന്റെ കൈ തട്ടിയിട്ടായതായിരിക്കും. അപ്പൊ കണ്ടോ? അപ്പൊ അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യമില്ലേ, ഉത്തരവാദിത്തം ഇല്ലായ്മ. അപ്പൊ ഞാൻ അമ്മേനോടൊരു ചോദ്യം ചോദിക്കട്ടെ. അമ്മയുടെ ഒരു തെറ്റ് ഞാൻ കണ്ടുപിടിക്കട്ടെ. എന്താ അറിയാമ്മ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും വാട്സപ്പിലായാലും വരുന്നവർക്കൊക്കെ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. എന്താ അറിയോ, ഈ ലഹരിക്ക് വിരുദ്ധമായിട്ടുള്ള പോരാട്ടം. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ അടുത്ത് സംഭവിച്ചത് അത്രയും ക്രൂവലായിട്ടുള്ള കാര്യങ്ങളൊന്നും കേരളം ഇതുവരെ കണ്ടിട്ടില്ല. സത്യത്തിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാഷുമാർക്ക് പ്രിൻസിപ്പാലിനെ പേടിയാണ്, പ്രിൻസിപ്പാലിന് പേരൻസിനെ പേടിയാണ്, പേരൻസിന് കുട്ടികളെ പേടിയാണ്, കുട്ടികൾക്ക് ഈ ലോകത്ത് ആരും പേടിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പേടിയില്ലായ്മ കുട്ടികളിൽ ഉണ്ടാക്കി വരുത്തിയത് ആരാണ്? അപ്പോൾ അമ്മയ്ക്കുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് പറഞ്ഞാൽ, അമ്മ ഒരു യൂട്യൂബറായ സ്ഥിതിക്ക് അപ്പോൾ 2 വാക്ക് കേരളം ഇന്ന് ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി ഘട്ടം എന്നൊക്കെ പറയില്ലേ, എന്ന് വെച്ചാൽ ഏറ്റവും മോശപ്പെട്ട ഒരു രീതിയിലേക്കാണ് കേരളം ഇന്ന് പോയിക്കൊണ്ടുള്ളത്. ഇതിനെന്താ ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ, നാളത്തെ ഒരു ഭാവി, നാളത്തെ ഫ്യൂച്ചറാണ് ഇന്നത്തെ കുട്ടികളെന്ന് പറയുന്നത്. ആ കുട്ടിയോട് നശിച്ചു പോയാൽ നാളെ എന്നത് വരും സ്വപ്നം മാത്രമായി മാറി. അത് മാത്രമല്ല, ഇവർ പഠിച്ച് ഈ ലഹരിയൊക്കെ ഇത്രത്തോളം ഉപയോഗിക്കുന്ന ആളുകൾ എത്ര വർഷം ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? എവിടെ നിന്നാണ് ഇത് നുള്ളേണ്ടത്? ശരിക്കും പറയട്ടെ, നമ്മുടെ വീട്ടിൽ നിന്നാണ്. മാതാപിതാക്കളാണ് ഇത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇപ്പൊ ഞാൻ പല വീടുകളിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടോ, ചില വീടുകളിൽ പോകുമ്പോൾ അവരുടെ വീട്ടിൽ മകനുണ്ട് എന്നൊക്കെ അറിയാം. അപ്പൊ വീട്ടിൽ പോകുമ്പോൾ അവരൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ ആരും കാണില്ല. മോളിവിടെ ഇല്ലേ? ഉണ്ട്, അവൾ മുറിയിലാണ് എന്ന് പറയും. നമ്മൾ 1 മണിക്കൂർ ഇരുന്നാലും അവർ പുറത്തു വരില്ല. അപ്പൊ ഈ 1 മണിക്കൂർ വരെ മാതാപിതാക്കൾ അവിടെ ശ്രദ്ധിക്കുന്നില്ല അവരെ. യഥാർത്ഥത്തിൽ ആവശ്യത്തിന് കൂടുതൽ പ്രൈവസി കൊടുത്തതാണോ ഈ പിള്ളേർ ഇങ്ങനെ വഴിതെറ്റാൻ കാരണമായത്? അതിൻ്റെ ഒപ്പം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അച്ഛനമ്മമാർ മക്കളെ സ്കൂളിലേക്കോ കോളേജിലേക്കോ വിട്ടതിന് ശേഷം അവർ വീട്ടിലേക്ക് വന്നിട്ട് മുറിയിൽ എന്താ ചെയ്യുന്നത്, ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആവശ്യത്തിന് കൂടുതൽ കൊടുക്കുന്ന സ്വാതന്ത്ര്യമായിരിക്കുക ചിലപ്പോൾ ഈ വഴിതെറ്റാൻ കാരണം. പിന്നെ അവരെ പരിഗണിക്കുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അവരുടെ വിഷമങ്ങൾ കേൾക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും സമയമില്ല. അവർക്ക് മുഴുവൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് എന്തോ പഠിച്ച് എന്തോ വലിയ നിലയിലെത്താൻ വേണ്ടിയിട്ട് അവനുള്ള ഫ്രീഡം മുഴുവൻ കൊടുക്കുമ്പോൾ അവൻ ലോകത്തിൽ വേണ്ടാത്ത ചില കൂട്ടുകെട്ടിൽ ചെന്നപ്പെടും. അതിൻ്റെ ഒപ്പം തന്നെ ഈ മാതാപിതാക്കളിൽ നിന്ന് എന്തോ ഒരു കുറവ് എനിക്കുണ്ടെന്ന് തോന്നൽ ഇന്നത്തെ കാലത്തെ ജനറേഷനിലെ കുട്ടികൾക്ക്. കാരണം എന്താ, മാതാപിതാക്കൾ ബിസി, മക്കൾക്ക് കഴിക്കാനും ഉടുക്കാനും അവരുടെ കയ്യിൽ കുറച്ച് ചെലവിനുള്ള കാശും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ ഞങ്ങൾ നന്നായി നോക്കി എന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ. അത് തെറ്റാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് കണ്ടില്ലേ, മക്കള് 5 മിനിറ്റ് എവിടെയെങ്കിലും സ്കൂളിൽ നിന്ന് വരികയാണെങ്കിൽ അവർ ആ സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തും, ആരെങ്കിലും അയക്കും. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം നീ എന്താ അവിടെ എന്ന് പറഞ്ഞിട്ട് വടി എടുത്തിട്ട് നമ്മളെ തല്ലി ഓടി. ഇന്ന് അതിന് പറ്റുമോ? ഇന്ന് സ്വന്തം അച്ഛനമ്മയ്ക്ക് തല്ലാൻ പറ്റില്ല. അപ്പോഴേക്കും വരുമല്ലോ എന്താ അങ്ങനെ ഉപദ്രവിച്ചു. മക്കളെ പോലും ഒന്ന്
തല്ലി പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാലമാണ്. അതൊക്കെ മാറണം. ഇതെല്ലാം മാറ്റണം. ഇപ്പോൾ വഴിയോരത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വേണ്ടാത്ത പിള്ളേർക്ക് വല്ല ഡ്രഗ്സോ കാര്യങ്ങളൊക്കെ അടിക്കുന്നത് കണ്ടിട്ട് അതിന് ചോദിക്കാൻ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു കൂട്ടം പിള്ളേർ അവരുടെ മെക്കിട്ട് കയറാൻ വരും. തിരിച്ചെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പ്രായപൂർത്തിയാവാത്ത പിള്ളേരെ അത് ചെയ്തു ഇത് ചെയ്തു പോകുന്നതിന് അതിൻ്റെ മുകളിൽ കേസ്. അപ്പം നാട്ടുകാർക്കും ഇടപെടാൻ പറ്റില്ല, പോലീസുകാർക്കും ഒരു പരിധിയുണ്ട്, അവർക്കും ആവശ്യത്തിന് കൂടുതൽ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. 18 തികയാത്ത പിള്ളേരാണ് വന്നാൽ അതിൻ്റെ മുകളിൽ വേറെ കേസ് വരും. ഒരുപാട് തലചൂടുകൾ ഉള്ളത് കൊണ്ട് യഥാർത്ഥമായിട്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ശരിയാക്കേണ്ടത്. ഓരോ വീടുകൾക്കുള്ളിൽ അച്ഛനും അമ്മയും മക്കളെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വേണം. ശാസിക്കേണ്ട സമയത്ത് അവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്താനും പഠിപ്പിച്ചു കൊടുക്കാൻ. പിന്നെ ഈ ഫ്രീഡം ഒക്കെ കിട്ടുന്ന ഒരു സമയമുണ്ട്, ഒരു പ്രായമുണ്ട്. അന്ന് നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവർ സ്വതന്ത്രരാണ്. അവർക്ക് ഫ്രീഡം ഉണ്ട്. അവർ ഏജിലൊക്കെ വരുമ്പോൾ തനിയെ അവർക്കത് ഉണ്ടാവും. അതിന് മുമ്പ് എന്തിനാണ് ആവശ്യത്തിന് കൂടുതൽ ഫ്രീഡം? ആ ഫ്രീഡമാണ് ഇന്ന് അവരെ ഇത്രയും വശരന്മാരാക്കാനും വശരത്തിമാരാക്കാനും കാരണമായത്. ഇപ്പൊ 24 തുടങ്ങിയിട്ടുണ്ടല്ലോ വളരെ നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ പറയുക, നമ്മൾ നല്ലതിന് നല്ലതെന്ന് തന്നെ പറയാം. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടൊരു വ്യക്തി ഇങ്ങനെ ഒരു പുറപ്പാട് എന്ന് വെച്ചാൽ ഒരു ഭാഷയിലും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഈ ലഹരിക്ക് വിരുദ്ധമായിട്ട് ഓരോ ജില്ലകളോടും മൂപ്പര് കയറി ഇറങ്ങുകയാണ്. ആ കയറി ഇറങ്ങുമ്പോൾ അവിടെ അവർക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള പോലീസുകാരെ കാണുന്നുണ്ട്, അവിടെയുള്ള ജനങ്ങളെ കാണുന്നുണ്ട്, അവിടെയുള്ള കുട്ടികൾക്ക് എങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരാന്നുള്ള എല്ലാം അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ടുണ്ട്. ഈ പോക്ക് ഇങ്ങനെ പോയാൽ ആള് കേരളത്തിലുള്ള മുഴുവൻ ജില്ലകളും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കുറേയൊക്കെ ഇതിന് ഒരു മാറ്റങ്ങൾ വരും. അതിൻ്റെ ഒപ്പം മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പോലീസിനെ ഇതിന് ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. ഇതൊരു പ്രഷറോ ഒരു പൊളിറ്റീഷ്യൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക. അതിൻ്റെ ഒപ്പം അച്ഛനും അമ്മയുടെയും അല്ലെങ്കിൽ മൂത്ത സഹോദരനോ സഹോദരിയൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെയൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് അവനവൻ്റെ വീട്ടിലെ കുട്ടിയോട് എന്ത് ചെയ്യുന്നുണ്ട്, എവിടെ പോകുന്നുണ്ട്, എവിടെ നിൽക്കുന്നുണ്ട്, എപ്പോൾ വരും എന്ന ആ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. ഒരു എത്തിനോട്ടം അത്യാവശ്യമാണ്. പഴയ കാലത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യമാണ്. അന്നത്തെ തലമുറത്തെ കുട്ടികളൊന്നും ഇന്നത്തെ കുട്ടികളുടെ അത്ര മോശമായിട്ടില്ല. അന്നൊക്കെ അച്ഛനും അമ്മമാരെ ഒരു കുറച്ചു നേരം കുട്ടികളെ കണ്ടില്ലെങ്കിൽ എവിടെയാവുള്ളതെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കും. അന്ന് നമുക്കുണ്ടായത് അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ ഒരു ക്രൂര മൃഗാണെന്ന് പറഞ്ഞിട്ട് പേടിക്കായിരുന്നില്ല. നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് ആണ്. അത് എൻ്റെ അച്ഛനാണ്, അത് എൻ്റെ അമ്മയാണ്, അവർ കാണാൻ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം അങ്ങനെയല്ല. അവരെന്ത് കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾ. ഇന്നിപ്പോൾ സ്കൂളുകളിൽ ടീച്ചേഴ്സിനൊക്കെ പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണല്ലോ. ഒരു ചെറിയ തെറ്റ് കണ്ടൊന്ന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവരൊന്നും ചെയ്യാത്ത പ്രശ്നം. അതിനൊക്കെ മാറ്റം വരണം. ഈ സ്കൂളിൽ വീട്ടിൽ അച്ഛനമ്മമാരുടെ ശ്രദ്ധ, സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധ. അവർ തെറ്റ് കണ്ടാൽ അവർക്ക് ചെറുതായിട്ടൊന്ന് ശിക്ഷിക്കുക. ചെറുതായിട്ട്, വലിയ ശിക്ഷകളൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് ഭയപ്പെടുത്തുക. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാളത്തെ തലമുറ നമുക്ക് നന്നായി കിട്ടുള്ളൂ. ഇപ്പം ഞാൻ വന്നിട്ട് വരാൻ വൈകിയാലും നല്ലൊരു ചാപ്റ്റർ ഞാൻ അമ്മക്ക് ഇട്ട് തന്നില്ലേ? അമ്മക്ക് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ ഇത്രയും ലഹരിക്ക് വിരുദ്ധമായിട്ട് പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടി തെരുവിലിറങ്ങുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ചെറു തലമുറ വളരെ സ്നേഹത്തോടെ വളരണ്ട. ഭാവിയിൽ എന്തൊക്കെയോ ആയിത്തീരുണ്ടാവും. രാഷ്ട്രീയക്കാരാവേണ്ട ആൾക്കാരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും. നാളെ എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് വിജ്ഞാനികളൊക്കെ ഉണ്ടാവേണ്ട ഈ മണ്ണിൽ ആയുസെത്താണ്ട് മരിച്ചു പോവില്ലേ കുട്ടികളൊക്കെ? ഇത്രത്തോളം ലഹരി തലക്കടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആരോഗ്യമുള്ളൊരു കുട്ടികളുണ്ടാവും? ഈ കുട്ടികൾ എന്ത് പഠിക്കും? ഇവരൊക്കെ നാളെ ഒരു ഡോക്ടറായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്ത കിഡ്നിയുടെ സ്ഥലത്ത് ആട്ടേണ്ട സ്ഥലത്ത് കിഡ്നി വെക്കില്ലേ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? കൈ ഫ്രാക്ചറായിട്ട് പോയി ഈ കൈ മാറ്റിയിട്ട് അപ്പുറത്തെ കൈയിലേക്ക് പിടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താവും നമ്മുടെ പോലുള്ള മനുഷ്യന്മാരുടെ സ്ഥിതി? എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഈ ലഹരി എന്നതിനെ ഒഴിവാക്കുക. അതിന് എല്ലാവരും ശ്രമിക്കണം. അച്ഛനും അമ്മമാർ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും നാളത്തെ തലമുറ നന്നാവണമെന്നുള്ള ആഗ്രഹമുള്ള എല്ലാവരും ഒത്തുകൂടി അതിനെ എതിർക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാലങ്ങൾക്ക് മുമ്പ് ഈ ലോകം വിളിച്ചൊരു പേരുണ്ട് കേരളത്തിന്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ആ പേര് വീണ്ടും വിളിക്കണം. നമ്മുടെ തലമുറകൾ ഒരിക്കലും നശിച്ചു പോകരുത്. ഈ തലമുറയാണ് നമ്മുടെ ഭാവി. കാരണം നമ്മളൊക്കെ മൺമറിഞ്ഞ് പോയാലും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അവരാണ്. നല്ലൊരു ലോകം ഉണ്ടാവണമെങ്കിൽ, നല്ലൊരു ഭാരതം ഉണ്ടാവണം. ഒരു കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവനും ഉണ്ട്. നല്ലൊരു ഭാരതം ഉണ്ടാവണമെങ്കിൽ നല്ലൊരു ജനറേഷൻ ഉണ്ടാവണം. ആ നല്ല ജനറേഷൻ ഉണ്ടാവാൻ നല്ല പേരൻസ് ഉണ്ടാവണം, നല്ല ടീച്ചേഴ്സ് ഉണ്ടാവണം, അല്ലേ? ഇവരൊക്കെ അവൻ്റെ സ്വാതന്ത്ര്യങ്ങൾ നൽകി ബഹുമാനത്തോടു കൂടി ആ പഴയ ചൂരിൽ ആ ടീച്ചറിൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കണം. ആ പഴയ പ്രൗഢി അച്ഛനും അമ്മയ്ക്ക് തിരിച്ചു കിട്ടണം. ആ നല്ല കുട്ടികൾ വീണ്ടും തിരിച്ചു വരണം. ഇപ്പം ഞാനൊക്കെ 90s കിഡാണല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ ആ തലമുറയിൽ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു, ഒരു ബഹുമാനത്തോടു കൂടിയുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അതൊക്കെ തിരിച്ചു വന്ന് സ്നേഹസമ്പന്നരായ പുതിയൊരു തലമുറയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഉണ്ടാക്കും, അല്ലേ? അത് മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ അയൽവക്കം ഒക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ പണ്ട് ഞങ്ങളെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുകയാണെങ്കിൽ
എന്നാ സ്കൂൾ കഴിഞ്ഞില്ലേ, പിന്നെന്താ നിനക്ക് ഇവിടെ പണി, പോ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഭയപ്പെടുത്തി ദേഷ്യപ്പെട്ട് അയക്കും. അപ്പോൾ വീട്ടിൽ വന്ന് പറയുമ്പോൾ അവർക്കത് സന്തോഷമാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ. അതുപോലെ ഒരു കാലം വീണ്ടും തിരിച്ചു വരണം. എന്താ പറയുക, വീട്ടുകാർക്ക് കാണാത്തത് ചിലപ്പോൾ അയൽവക്കത്തുള്ള ആരെങ്കിലും ഒക്കെ കാണും. അപ്പം അവർക്ക് അതിനുള്ളൊരു എന്താ പറയുക, അതിനുള്ളൊരു സന്മനസ് അവർക്ക് ഉണ്ടെങ്കിലും ഈ മാതാപിതാക്കൾ പറയും എൻ്റെ മകനെ ശിക്ഷിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കും. അത് ചോദിക്കാതിരിക്കണം. നല്ല കാര്യത്തിലാണെങ്കിൽ ഒരിക്കലും അത് ചോദിക്കരുത്. അങ്ങനെയൊക്കെ ഒന്ന് മാതാപിതാക്കളും എല്ലാവരും ചിന്തിച്ചു നോക്കൂ. കുട്ടികളും അവർ ഞങ്ങളുടെ അയൽവക്കത്തുള്ള നമ്മുടെ സ്വന്തം നമ്മുടെ കൂടപ്പുറപ്പിനെ പോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറിയച്ഛൻ വലിയച്ഛൻ മാമ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരുത്തി അങ്ങനെ ഒരു നാളെയിലേക്ക്, അങ്ങനെ ഒരു ദിവസത്തിലേക്ക് ആദ്യം ഉണ്ടാകുന്ന ആ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയാൽ ഇതെല്ലാം അവസാനിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ആ കാലത്തേക്ക് തിരിച്ചു പോട്ടെ. എന്നിട്ട് എല്ലാവരും പറയട്ടെ ഇവിടം സ്വർഗമാണെന്ന്, അല്ലേ? അതിനൊപ്പം തന്നെ ഇന്ന് അമ്മ ഒത്തിരി സുന്ദരിയായിട്ട് കണ്ടല്ലോ. എന്താ കാരണം? എന്താ അറിയാം, അമ്മ ദേഷ്യപ്പെട്ടു. അല്ലല്ല, എന്നോടുള്ള ദേഷ്യവും പിന്നെ ക്യാമറ ഓൺ ചെയ്തപ്പോൾ ആ ദേഷ്യം മുഴുവനായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റാണ്ടത് ഇങ്ങനെ ഉള്ളിൽ അടക്കി വെച്ച് ഞാൻ അത്ര ദേഷ്യക്കാരി അല്ല എന്നുള്ള രീതിയിലേക്കൊരു ഭാവമൊക്കെ കാണിച്ചല്ലോ. അതെല്ലാം കൂടി അങ്ങോട്ട് കടന്നപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ആ സൂര്യനെ മിഴുങ്ങാന്നൊക്കെ പറയില്ലേ, ആ അപ്പം നമ്മുടെ ഉള്ളിലൊരു കാന്തം വരും. അപ്പം ദേഷ്യം എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളതാണല്ലോ ഉണ്ടാക്കിയത്. ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു മോരുകറി ഉണ്ടാക്കും. അച്ഛൻ പോയിട്ട് കൊണ്ടുവന്നില്ല ഇതൊക്കെ. അത് കൊണ്ടുവന്നു, നീണ്ട കാച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കി ഇനി ഒരു മോരുകറിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇന്ന് ഊണ് കഴിക്കാൻ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ തരാം കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ട് പൊക്കോളൂ, ഇവരൊന്നും കൊടുക്കണ്ട. ഓക്കേ, അപ്പോൾ എല്ലാവർക്കും ബായ്. എനിക്കില്ലേ അമ്മ? നിനക്കുള്ളൂ. അപ്പോൾ സ്നേഹം ഉണ്ട് അമ്മയ്ക്ക് എന്തൊക്കെയായാലും. ഓക്കെ, ബൈ.